വളരെ രുചികരമായ ഹൈദരാബാദി ദം ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/4 കിലോ ചിക്കൻ, അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ചേർത്തതാണ്. മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചതച്ചിട്ടും ആണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടിയോളം സവാള ഒന്ന് റോസ്റ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു കൈപ്പിടി മല്ലിച്ചപ്പും പിന്നെ അതിൻ്റെ പകുതി പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത ഒരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടിയും ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ മസാല നല്ലോണം ഇതിൽ പിടിച്ചു കിട്ടുള്ളൂ. ഇനി ഇതിലേക്കുള്ള അരി ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ബസ്മതി റൈസ് ആട്ടോ എടുത്തത്. 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തത്. നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതും ഏകദേശം 1 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് പശുനെയ്യും അതുപോലെ തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ ഏകദേശം 1-2 മിനിറ്റ് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മൾ ചോറ് തയ്യാറാക്കാം. 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ സവാള ഫ്രൈ ചെയ്ത ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഉപ്പും ഓയിലും പട്ട ഗ്രാമ്പു ഏലക്കയും കൂടിയും ചേർത്തിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ അരി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ ചിക്കൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിന്ന് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 10 മിനിറ്റെങ്കിലും നിങ്ങൾ മിനിമം ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 5 മിനിറ്റ് ആട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോറൊക്കെ ഇതാ മേലേക്ക് ഇങ്ങനെ നല്ലപോലെ ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. ഈ ഒരു സമയം നമുക്കിത് ഒന്ന് വാർത്തെടുക്കണം. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് മാത്രം മതിയാകും. അപ്പോൾ ഞാനിവിടെ എടുത്തത് ദാവാത്ത് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ അരിയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഒന്ന് വെള്ളം ഊറാൻ വേണ്ടി ഇത് അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ദം ചെയ്തെടുക്കണം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഈ മസാലയിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കുറച്ച് പശുനെയ്യും കൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മൂടി വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം ഇതിൻ്റെ മേലേക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ സൈഡിൽ മൈദ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്. അടിയിൽ നിന്ന് നമുക്കിങ്ങനെ മേലേക്ക് ചോറ് കോരിയിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. സാധാരണ ഹൈദരാബാദി ബിരിയാണി നമ്മൾ തയ്യാറാക്കിയ മസാലയില്ലേ, അതിൽ ഹാഫ് കുക്ക്ഡായ റൈസ് ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഒന്ന് വേവിച്ചതിന് ശേഷം തയ്യാറാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വരാൻ മറക്കല്ലേ.